ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സമരം തുടരാനുറച്ച് CITU. ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിലെ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചിട്ടില്ലെന്ന് നേതാക്കൾ. ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കിയതിൽ ശേഷവും സമരത്തിനിറങ്ങുന്നത് ശരിയല്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് CITU. പെട്ടെന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളിൽ നിന്ന് ഉണ്ടായിരുന്നത്. സമരത്തെ തുടർന്ന് തുടർച്ചയായ ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടിരുന്നു. പരിഷ്കരണത്തിൽ ചില ഇളവുകൾ സർക്കാർ വരുത്തി. തുടർന്ന് CITU പരസ്യസമരത്തിൽ നിന്ന് പിന്മാറി. പിന്നീടാണ് മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയെ തുടർന്ന് സംഘടനകൾ സമരം പിൻവലിച്ചത്. എന്നാൽ CITU ചർച്ചയിലെ തീരുമാനങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഈ മാസം 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്താൻ CITU തീരുമാനിച്ചത്. എന്നാൽ CITUവിന്റെ സമരം അനാവശ്യമെന്നാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ഗതാഗത പരിഷ്കാരമുള്ള ചർച്ചകൾ നിങ്ങളെല്ലാം പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ടല്ലേ പിരിഞ്ഞ് സത്യസന്ധമായിട്ട് കാര്യം ചെയ്തുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ ഏറ്റവും ശക്തമായ സംഘടനയാണ് CITU പരസ്യസമരം പ്രഖ്യാപിച്ചതോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടാവുക. സമരം തുടരുമെന്ന നിലപാടുമായി CITU മുന്നോട്ട് പോയാൽ പരിഷ്കരണത്തിൽ വീണ്ടും ചില വിട്ടുവീഴ്ചകളിലേക്ക് ഗതാഗത വകുപ്പിന് പോകേണ്ടി വരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.